സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി റിയൽ കേരള സ്റ്റോറി എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞുകൊണ്ടൊരു സിനിമയൊക്കെ ഇറങ്ങുകയുണ്ടായി അല്ലേ? ആ സംഭവങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ സമീപനം എന്താണെന്നും നമ്മുടെ പാർട്ടിയിലുള്ള പല ആളുകളുടെ സമീപനം എന്താണെന്നും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാകുംഭമേള നടക്കുന്ന സമയത്ത് അവിടെ മാല വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേര് മൊണാലിസ എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പെൺകുട്ടി മാല വിൽപ്പനയ്ക്ക് എത്തുകയും അവിടെ മാല വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ വീഡിയോയിൽ ആ പെൺകുട്ടിയെ പകർത്തുകയും ആ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടുകൂടി ആ പെൺകുട്ടിയെ കാണാനായിട്ടും ആ പെൺകുട്ടി വളരെയധികം വൈറലായി. അതായത് ആ പെൺകുട്ടിയുടെ രാശി തെളിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കറിയാം കുംഭമേളയിൽ ഒരുപാട് ആളുകൾ വന്നു പോകുന്നൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആളുകളും പല രീതിയിലുള്ള കച്ചവടങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വരുന്നു, അവർ കച്ചവടം ചെയ്യുന്നു, അവർ വീട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു കണ്ണിനെയും ആ പെൺകുട്ടിയുടെ ഒരു രൂപത്തിനെയും ഒക്കെ നല്ല രീതിയിൽ ഒപ്പിയെടുത്ത ക്യാമറ കണ്ണുകൾ ആ പെൺകുട്ടിക്ക് ഒരു പുതിയൊരു ജീവിതമാണ് നൽകിയത്. ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ പെൺകുട്ടി ഇന്നും നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും എല്ലാം അറിയപ്പെടുന്നത്. കേരളത്തിൽ വന്നതോടുകൂടിയാണ് ആ പെൺകുട്ടിക്ക് ഇത്രയും അധികം സ്വീകാര്യത കിട്ടിയത്. കേരളത്തിലെ ജനങ്ങളാണ് ആ പെൺകുട്ടിയെ വളരെയധികം നല്ല രീതിയിൽ ഒരു മൊണാലിസ എന്നുള്ള പേരും ഒക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ പൊക്കിക്കൊണ്ടൊക്കെ നടന്നത്. പൊക്കിക്കൊണ്ടെന്നല്ല, വലിയ രീതിയിൽ തന്നെ ആ പെൺകുട്ടിയെ പുകഴ്ത്തിയും ആ പെൺകുട്ടിക്ക് ഒപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടന്നത്. അപ്പം അങ്ങനെ ആ പെൺകുട്ടി ഈ ഒരു കുംഭമേളയ്ക്കൊക്കെ ശേഷം ആ പെൺകുട്ടി ഈ പറയുന്ന കച്ചവടങ്ങളെല്ലാം നിർത്തി ഈ പറയുന്ന രീതിയിൽ വൈറലായതോടുകൂടി, കാരണം പുള്ളിക്കാരിയെ കാണാനും സെൽഫി എടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ വരുന്നു. ആളൊരു സെലിബ്രിറ്റിയായി മാറി. ഒരു കച്ചവടത്തിനായിട്ട് വഴിയോര കച്ചവടത്തിനായിട്ട് എത്തിയതാണെങ്കിലും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരു വലിയൊരു സെലിബ്രിറ്റിയായി. പിന്നീട് വഴിയിൽ ഇരുന്നുകൊണ്ട് പണിയെടുക്കാനോ അല്ലെങ്കിൽ കച്ചവടങ്ങൾക്ക് പോകാനോ സാധിക്കുന്നില്ല. പിന്നീട് സിനിമ പോലെയുള്ള അല്ലെങ്കിൽ റീൽസ് പോലെയുള്ള ഫോട്ടോഷൂട്ട് പോലെയുള്ള പല കാര്യങ്ങളിലും പുള്ളിക്കാരി ബിസിയായി. അപ്പോൾ അങ്ങനെ ആ ഒരു വഴിയിൽ നിന്ന് വെയിൽ കൊണ്ട് ചെയ്യുന്നൊരു പരിപാടി എന്നുള്ളതിനപ്പുറത്തേക്ക് പുള്ളിക്കാരി എ.സിയിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോട്ടോഷൂട്ട്, വീഡിയോസ്, അങ്ങനെ ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ മാറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു 2025 ഈ സംഭവം ഉണ്ടായത്. 2025 കുംഭമേള സമയത്താണ് പുള്ളിക്കാരിയെ പറ്റി എല്ലാ ആളുകളും അറിയുന്നതും പുള്ളിക്കാരി ഈ രീതിയിലൊക്കെ വൈറലാവുന്നത്. ഞാനപ്പോൾ അങ്ങനെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ആ മൊണാലിസ അല്ല ഈ മൊണാലിസ. ആഡംബര കാറിലെ യാത്ര, മുംബൈയിലെ വീടെന്ന സ്വപ്നം, തിരക്കുള്ള താരമായി ഫോസ്ലെ. പെൺകുട്ടിയുടെ പേര് ഫോസ്ലെ എന്നാണ്. ആ ഒരു നാടോടി പെൺകുട്ടിയായി ജീവിതം തുടങ്ങിയ മൊണാലിസ കുടുംബം പോറ്റാനായി മാല വിൽപ്പനയ്ക്ക് വേണ്ടി മേളയിലെത്തി. വൈറലായതോടുകൂടി വിൽപ്പന നിർത്തി മടങ്ങേണ്ടി വന്നു. എന്നാൽ ഇന്ന് മോനി ഫോസ്ലെയുടെ ഡേറ്റിനായി കാത്തിരിക്കുകയാണ് പലരും. നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള വാക്കാകും അവൻ്റെ രാശി തെളിഞ്ഞളിയുക എന്ന്. അങ്ങനെ രാശി തെളിഞ്ഞ ഒരു കലാകാരിയാണ് മൊണാലിസ. കുംഭമേളയ്ക്കിടയിൽ ഒരുപാട് കച്ചവടക്കാർ വന്നു പോകുമെങ്കിലും, അല്ലെങ്കിൽ ഇതിനു മുൻപും കുംഭമേളയിൽ സുന്ദരികളായ പെൺകുട്ടികൾ കച്ചവടത്തിനായി എത്തിയിട്ടുണ്ടെങ്കിലും, മൊണാലിസ മാത്രം എങ്ങനെ ഇത്രയും താരപദവിയിൽ എത്തി എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിക്കാത്തവർ ഉണ്ടെങ്കിൽ അവരുടെ മൊണാലിസ പോസ്റ്റിലെ എന്ന ഇൻസ്റ്റ ഐ ഡി ചുമ്മാ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്ന് തിരക്കുകളുടെ ലോകത്താണ് മൊണാലിസ. ഫോട്ടോഷൂട്ടുകൾ, മോഡലിംഗ്, ഇതിനിടയിൽ മ്യൂസിക്കൽ വീഡിയോ, സിനിമാ ഉദ്ഘാടനങ്ങൾ, അങ്ങനെ അവർ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തലത്തിൽ മൊണാലിസ ബോസ്ലെ മാറിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസമാണ് മൊണാലിസയുടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി മാറിയത്. ഒരിക്കൽ ക്യാമറ കണ്ണുകളെ ഭയന്നിരുന്ന ആ വ്യക്തിയല്ല യാത്രയ്ക്ക് യാത്രയ്ക്കിടയിൽ കണ്ട മൊണാലിസ. ചിത്രത്തിന് നല്ല സ്റ്റൈലായി താരം പോസ് ചെയ്തു. മാത്രമല്ല, ഇപ്പോൾ തനിക്ക് ക്യാമറയുടെ ഭയമില്ല, പ്രണയമാണെന്നും പറയുന്നു. തിരക്കിനിടയിൽ എപ്പോഴോ പകർത്തിയ ഒരു ചിത്രമാണ് അവർ തന്നെ പങ്കുവച്ചത്. ആഡംബര കാറിൽ യാത്ര ചെയ്തെങ്കിലും അധികം വൈകാതെ അത്തരത്തിലൊരു വണ്ടി വാങ്ങാനും മൊണാലിസയ്ക്ക് സാധിക്കും എന്നുള്ള രീതിയിലാണ് അവർ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോനി ഫോസ്ലെ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് അതിന് പിന്നീട് പേര് നൽകിയത് മൊണാലിസ എന്നാണ്. ആ ഒരു പെൺകുട്ടി ഒരു വഴിയോര കച്ചവടത്തിന്, ഞാൻ ആദ്യമേ പറഞ്ഞു, വഴിയോര കച്ചവടത്തിന് വന്ന് പിന്നീട് വലിയ രീതിയിൽ വൈറലായ ഒരു പെൺകുട്ടിയാണ്. ഇന്നിപ്പോൾ ക്യാമറയ്ക്ക് മുൻപിലും പലയിടങ്ങളിലുമൊക്കെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് തന്നെ മാറി. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഒരു വാർത്തയാണ് ഞാൻ ഇന്ന് കണ്ടത്. ആ വാർത്തയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പെൺകുട്ടിക്ക് ഒരാളുമായിട്ട് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു. ആ പ്രണയബന്ധത്തിനെ തൻ്റെ അച്ഛൻ എതിർത്തതോടുകൂടി ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചു. അത് വേറെ എവിടെയെങ്കിലും യു.പിയിലും ബീഹാറിലും ഒന്നുമല്ല, കേരളത്തിൽ, അതും തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിലെ പോലീസ് സ്റ്റേഷനിലാണ് അവരെത്തിയത്. പ്രണയം വീട്ടുകാർ എതിർത്തു. സംരക്ഷണം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി മൊണാലിസ ഫോസ്ലെ എന്നാണ് ആ ഒരു വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് വേറെ എവിടെയും പോകാമായിരുന്നു. പക്ഷേ കേരളമാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെ കേരളമാണ് തനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്ന സ്ഥലം, തന്നെ സംരക്ഷിക്കുന്ന സ്ഥലം എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ, കേരളത്തിൽ നിന്ന് അത്രയും അധികം വൈറലായതുകൊണ്ട് തന്നെയും
പുള്ളിക്കാരി കേരളത്തിനെ തന്നെ സമീപിച്ചു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ തന്നെ സമീപിച്ചു. വളരെ അടിപൊളിയായിട്ടുള്ള രീതിയിൽ അവരുടെ കല്യാണ കാര്യങ്ങളുമൊക്കെ നടക്കുകയുണ്ടായി. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ പെൺകുട്ടി വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാവാൻ പോകുന്നതെന്നും പോലീസുകാരെടുക്കുന്ന തീരുമാനങ്ങൾ ഈ രീതിയിലായിരിക്കുമെന്നും ആ പെൺകുട്ടി വിചാരിച്ചിട്ടില്ല. ആ പോലീസുകാർ ഈ ഒരു രീതിയിൽ തീരുമാനം എടുത്തതിനും പോലീസുകാർ ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞതിനുമൊക്കെ ഒരു കാരണം കൂടിയുണ്ട്. കാരണം ആ പോലീസുകാർ ഇടതുപക്ഷ സർക്കാരിൻ്റെ അനുയായികളാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ നയിക്കുന്ന പോലീസുകാരാണ്. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഇടതുപക്ഷമാണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും അവരുടെ ഉള്ളിലും ഈ പറയുന്ന ജാതി വെറി, മതം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെയൊക്കെ കുലം എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവരുടെ രാജ്യം എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അന്യ സംസ്ഥാന തൊഴിലാളിയാണെന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നവരാണ്, കേരളത്തിലുള്ളവരെ മാത്രം ഞങ്ങൾ പരിഗണിക്കുമെന്നൊന്നും അവരുടെ മനസ്സിലുമില്ല. അവരുടെ അടുത്ത് ആരാണോ അഭയം ചോദിച്ചു വരുന്നത് അവരെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി തന്നെയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. അത് ഉന്നത അധികാരികളെ അറിയിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുള്ള അല്ലെ നേതാക്കന്മാരായിട്ടുള്ള MV ഗോവിന്ദൻ അടക്കമുള്ള ശിവൻകുട്ടി അടക്കമുള്ള ഒരുപാട് ആളുകൾ ആ ഒരു കല്യാണ ചടങ്ങിലും, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് അച്ഛനിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെന്നതെങ്കിൽ അവിടെ നിന്ന് പോലീസുകാരും അവിടുത്തെ നമ്മുടെ സർക്കാരും എല്ലാം കൂടി ചേർന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ വിവാഹം അങ്ങ് നടത്തി. അച്ഛൻ്റെ ഒരു പ്രശ്നവും തീർത്തു, ആ ഒരു കല്യാണം നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാൻ എന്തായാലും ആ വീഡിയോ നിങ്ങളെന്ന് കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് 24 ന്യൂസും മറ്റുള്ള ചാനലുകളും എല്ലാം പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ. അതിൽ 24 ന്യൂസ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയും പിന്നെ MV ഗോവിന്ദനും ശിവൻകുട്ടിക്കുമൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നേരെ നമുക്ക് വാർത്തയിലേക്ക് പോകാം. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മൊണാലിസ ഭോസ്ലെ ആൺ സുഹൃത്തുമായി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയെന്നാണ് വാർത്ത. അച്ഛനുമായുള്ള തർക്കത്തെ തുടർന്ന് ആൺ സുഹൃത്തും ഒന്നിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. അച്ഛനിൽ നിന്ന് രക്ഷിക്കണമെന്നും ആൺ സുഹൃത്ത് ഫർമാനൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്നും മൊണാലിസ പോലീസിനോട് പറഞ്ഞു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് ചേർന്ന് കൂടുതൽ കണ്ടില്ലേ, അച്ഛനിൽ നിന്ന് രക്ഷിക്കണം, തനിക്ക് അയാളോടൊപ്പം ജീവിക്കാനാണ് ആഗ്രഹം, അതുകൊണ്ട് തന്നെയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, അതുകൊണ്ട് തന്നെയും പോലീസ് എനിക്ക് അഭയം തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത്. ആ പെൺകുട്ടി പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഈ രീതിയിലുള്ള തീരുമാനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള സർക്കാർ എടുക്കുമെന്നും പോലീസ് അവരുടെ കൂടെ നിൽക്കുമെന്നുള്ളത്. അതിനുശേഷം വന്നിരിക്കുന്ന പോസ്റ്റ്, ഇതിന് ശേഷം ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷം വന്ന പോസ്റ്റാണ്. പ്രണയം വീട്ടുകാർ എതിർത്തു, സംരക്ഷണം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി. മൊണാലിസ പോസ്റ്റിലേക്ക് ഇന്ന് വിവാഹം, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ പങ്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ MV ഗോവിന്ദൻ ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്നൂടെ കേൾപ്പിച്ചു തരാം. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന രീതിയിൽ അവർ വിവാഹിതരാകുന്നു. മഹാരാഷ്ട്രയിലുള്ള ചെറുപ്പക്കാരനും മധ്യപ്രദേശിലുള്ള യുവതിയും അവർ രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥലം ഏതാണ് എന്നത് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, അത് കേരളമാണെന്ന്. അങ്ങനെ അവർ കേരളത്തിൽ വന്നു. കേരളത്തിലെത്തിയപ്പോൾ അവരുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരിവിടെ വന്നിട്ടാണ്, അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ക്ഷേത്രം, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്ര രീതിയിലാണ് ഇവിടെയും അവരെത്തിയിട്ടുള്ളത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണല്ലോ ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സർവമത വിഭാഗങ്ങളിലും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു വ്യക്തമായിട്ട് സർവമത സമ്മേളനത്തിൽ പറഞ്ഞത്. വിവിധ പേരുകളുണ്ട് മതത്തിൽ, പക്ഷേ എല്ലാ മതത്തിന്റെയും സത്ത ഒന്നാണെന്നാണ്, മാനവീയതയാണ്, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആജ്ഞ നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിന്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും അതുപോലെ തന്നെ മധ്യപ്രദേശുകാരിയും തീരുമാനിച്ചിട്ടുള്ളത്. വളരെ അടിപൊളി മറുപടി, പക്വതയോടുകൂടിയുള്ള മറുപടി. അതിലൊരു കമൻറ്റ് ഞാൻ കണ്ടു, വളരെ വ്യക്തമായൊരു കമൻറ്റാണ്, അല്ലെ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കമൻറ്റാണ്. ഇവിടെ വന്നാൽ ജീവിക്കാൻ പറ്റുമെന്ന വിശ്വാസം എന്നുള്ളൊരു ഒറ്റ കമൻറ്റാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കമൻറ്റിൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ പെൺകുട്ടിയുടെയും ആ പയ്യൻ്റെയും ഒക്കെ മനസ്സിൽ അവർ ജനിച്ചു വളർന്ന അവരുടെ സ്വന്തം സ്വദേശത്ത് നിന്നും അവർ കേരളത്തിലേക്ക് വന്നിട്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അഭയം തേടണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ടാവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും നമ്മുടെ കേരളത്തിലെ ഈ ഒരു സർക്കാരിനെയും ഒക്കെ.
ഈ കാര്യത്തിൽ നമ്മൾ സർക്കാരിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ബി.ജെ.പി. ഭരിക്കുന്ന സ്ഥലമായിരുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ആ പയ്യനെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടായേനെ. ഇനി കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ സമാനമായ സംഭവം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം കോൺഗ്രസും ബി.ജെ.പിയൊക്കെ ഒരുമിച്ച് ചേർന്ന് ചാണകവും ഗോമൂത്രവും ചാണകപ്പാലും പശുവിൻ്റെ പാലും ഒക്കെ മിശ്രിതമാവുന്നത് പോലെയാണല്ലോ നിൽക്കുന്നത്. അണ്ണനും തമ്പിയും പോലെയാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവിടെ ഭരിക്കുമായിരുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്കും ആ പയ്യനും ഈ രീതിയിലൊരു ജീവിതം നയിക്കാനോ അല്ല അവർക്ക് ഒരുമിക്കാനോ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി അങ്ങനെ വിവാഹിതരായി അവർ ഇറങ്ങുന്ന സമയത്ത് ആ പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ, അതായത് ആ പണ്ട് മാധ്യമങ്ങളെ പേടിച്ചിരുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ അതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങൾ അല്ലെ അതിൻ്റെ ഒരു സന്തോഷ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഈ സർക്കാരാണ് ഞങ്ങളെ അംഗീകരിച്ചത്, അല്ലെ ഈ ഒരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയാണ് അംഗീകരിച്ചത്, ഞങ്ങളുടെ വിവാഹം നടന്നു, ഒരുപാട് സന്തോഷമുണ്ട്, കേരളത്തിൽ വന്നതുകൊണ്ടാണ് നടന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. के लोग बहुत ही अच्छे हैं, इसीलिए दीदी आज आपका शादी हो चुका है, प्यार का रंग में भरा है आज, कैसा फील हो रहा है? अच्छा, बहुत अच्छा। यहाँ आकर शादी करने का डिसीजन कैसा लिया? नहीं, हम दोनों लव करते थे। കണ്ടില്ലേ? ഇതിൽ ആ പെൺകുട്ടി എടുത്ത് പറയുന്നത്, ഇതിപ്പം അവർ വേറെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് കല്യാണത്തെ പറ്റി എങ്ങനെ കാണുന്നതെന്നൊക്കെ ഉള്ളത്, അത് നമ്മൾ നോക്കണ്ട. അതിൽ കമൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: കേരളം വളരെ നല്ലതാണ്, 6 മാസമായി ഞങ്ങൾ പ്രണയിക്കുന്നു, എൻ്റെ ഫാമിലി മറ്റൊരാളുമായി വിവാഹം ഉറപ്പിച്ചു, അതിന് ഞാൻ സമ്മതിച്ചില്ല, ഇപ്പോൾ ഹാപ്പിയാണ്, ഇവിടെ തന്നെ ജീവിക്കാനാണ് ആലോചിക്കുന്നത്, വിവാഹ പ്രതികരണവുമായി വൈറൽ താരം മൊണാലിസയും വരനും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റിൽ അവരിട്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് കമൻറ്റുകളൊക്കെ ഉണ്ട്. അതിലൊരു കമൻറ്റിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻറ്റ്: ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചത് കൊണ്ട് തല്ലിക്കൊല്ലില്ല എന്ന ആളുകൾക്ക് ഉറപ്പുള്ള ഒരു സംസ്ഥാനം, അതാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കമൻറ്റ്. നമുക്കറിയാം യു.പിയിലും ബീഹാറിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല സ്ഥലങ്ങളിലും ഈ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുന്നു അല്ലെ ഒരുമിച്ചിരിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ അവിടെ കുരു പൊട്ടുന്ന കുറച്ച് സംഘിപുത്രന്മാരും സംഘിണികളും സദാചാര ഗുണ്ടന്മാരും ഗുണ്ടികളും ഒക്കെ ഉള്ളൊരു സ്ഥലം നമുക്കറിയാം. അങ്ങനെയുള്ള പല പോസ്റ്റുകളും മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പശുവിനെ കൊന്നതിൻ്റെ പേരിലോ അല്ലെ പശുവിനെ തിന്നതിൻ്റെ പേരിലോ ഒക്കെ പല ആളുകളെയും തല്ലിക്കൊല്ലുന്ന സ്ഥലങ്ങളാണ് ഈ യു.പി, ബീഹാർ, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങൾ. അങ്ങനെയുള്ളതിൽ നിന്നും അവിടെ നിന്ന് മാറി നമ്മുടെ ഈ പറയുന്ന തിരുവനന്തപുരത്തേക്ക്, കേരളത്തിലെ ഒരു ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയതും അത് തന്നെയായിരിക്കും. മനസമാധാനത്തോടു കൂടി സമാധാനമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം, കേരളത്തിൽ വരണമെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അവിടെയുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും ഒക്കെ പേടിച്ചിട്ട് തന്നെയാണ് രണ്ടുപേരും അവിടെ നിന്ന് നാട് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നതും ഇവിടെ വന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സമ്മതത്തോടു കൂടി അല്ല അവരുടെയൊക്കെ ഒരു സാമീപ്യത്തോടു കൂടി അവരുടെയൊക്കെ ഒരു കൂടെ ചേർന്ന് നിന്നുകൊണ്ടൊരു മകളെ പോലെ അല്ലെ കേരളത്തിൻ്റെ ഒരു പുത്രിയായിട്ടുള്ള രീതിയിൽ തന്നെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് ആളിപ്പോൾ വളരെ ഹാപ്പിയാണ്, കേരളത്തിൽ വന്നതുകൊണ്ടാണ് നടന്നത്, ഇനി ഇവിടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഇവിടെ പൂർണ്ണ സംരക്ഷണം കിട്ടുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പ് ഓർക്കുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇടതുപക്ഷ സർക്കാരിനെയും ആ സർക്കാരിലിരിക്കുന്ന നേതാക്കന്മാരെയും ഒക്കെ അല്ലെങ്കിൽ പോലീസിനെയും ഒക്കെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അവർക്കൊരു ബിഗ് സല്യൂട്ട് ഈ സമയത്ത് നൽകുകയാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അല്ലാതെ ഒരു പെൺകുട്ടിക്ക് ബീഫ് കഴിക്കാൻ താല്പര്യമില്ല, ആ പെൺകുട്ടിയുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റി വെച്ചിട്ട് അത് കഴിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് ഉണ്ടാക്കി ഇടുന്നതിലല്ല കാര്യം. കേരളത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ട്, ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഷോർട്ട് ഫിലിം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയിക്കും. അല്ലെ നിൻ്റെയൊക്കെ യു.പിയിലും ബീഹാറിലും നടക്കുന്ന പശുവിനെ കൊന്നതിൻ്റെ പേരിൽ ആളെ തല്ലിക്കൊല്ലുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു സിനിമയാക്കിയിട്ട് ദി റിയൽ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇനി വേണമെങ്കിൽ നീയൊക്കെ കേരള സ്റ്റോറിയാണ് പറയാനായിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്റ്റോറിയാണ് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതുകൂടി ഒന്ന് പങ്കുവെക്കുക. ഏതൊരു രാജ്യമാണെങ്കിലും ഏതൊരു മതമാണെന്നുണ്ടെങ്കിലും ഏതൊരു നിറമാണെന്നുണ്ടെങ്കിലും ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിലും അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഈ കേരളം തന്നെയല്ലേ ഇത്രയേറെ സുന്ദരമായ അല്ലെ അതിനേക്കാൾ ഏറെയൊക്കെ നമുക്ക് വാക്കുകൾ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സംസ്ഥാനം. അങ്ങനെ ഒരു സംസ്ഥാനത്തിലാണ് ആ പെൺകുട്ടിയും പയ്യനും എത്തിയിരിക്കുന്നത്. സുരക്ഷിതമായ കരങ്ങളിലേക്ക് ഈ രണ്ടുപേരും വന്ന് ചേർന്നിരിക്കുന്നു. ഇനി അവർക്ക് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും ഇടതുപക്ഷ സർക്കാരും നമ്മുടെ നാട്ടിലെ ആളുകളും ചെയ്തു കൊടുക്കും. ഇതൊക്കെ കണ്ട് പഠിക്കടാ സംഘികളെ, സംഘിക്കുട്ടന്മാരെ, സംഘിക്കുട്ടികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വളരെയധികം സന്തോഷമുള്ളൊരു വാർത്തയാണ് നിങ്ങൾക്കും എനിക്കും. അപ്പോൾ ഓക്കെ ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ ബൈ.